വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഏകദേശം അങ്ങനത്തെ തന്നെ മാർക്കറ്റാണ്. ലൈക്ക് പച്ചക്കറികളൊക്കെ ഉള്ള. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഫാമേഴ്സ് തന്നെ അല്ലെങ്കിൽ വില്ലേജ് പീപ്പിൾ തന്നെ കൊണ്ടുവന്നാണ് ഇവിടുത്തെ ആ മാർക്കറ്റിൽ വിൽക്കണേ. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ആൻഡ് എനിക്ക് കുറേ ദിവസമായി പഴംപൊരി കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ പഴംപൊരി കഴിക്കാൻ പോകണമെങ്കിൽ പഴം വാങ്ങിക്കണമെങ്കിൽ അവിടെ തന്നെ പോയി വാങ്ങിക്കണം, വേറെ എവിടെയും കിട്ടില്ല ഏത്തപ്പഴം. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ കിട്ടുമെങ്കിലും എപ്പോഴൊന്നും കിട്ടില്ല. വിലപ്പോഴും കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത് അങ്ങോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കും കാണാമല്ലോ പോളണ്ടിലെ മാർക്കറ്റുകളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ മാർക്കറ്റാണ്. സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റ് ലൈക്ക് വില്ലേജ് പീപ്പിൾ ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് വിൽക്കില്ലേ. പക്ഷെ ഇന്ന് മഴ ചെയ്തുകൊണ്ട് ആൾക്കാർ കുറവാണോ എന്നൊന്നും അറിയില്ല. ആൻഡ് ഇന്ന് കുറേ നാൾ കൂടി ഇവിടെ 4ആണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ 10, 15, 16 വരെയൊക്കെ വന്നു. പക്ഷെ ഇന്ന് ക്ലൈമറ്റ് 4ആണ്. അപ്പോൾ ഞാൻ വീണ്ടും കട്ടിയുള്ള ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് വിശേഷങ്ങൾ കാണിക്കാം. ആ ഷെഡ് കിട്ടിയേക്കണുണ്ടോ, അതാണ് മാർക്കറ്റ്. എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ്സ് നടക്കാവുന്ന ദൂരമുള്ളൂ. 1 കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മളുടെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചിയാണ് എന്നെ ആദ്യം ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. ചേച്ചി നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കളക്ട് ചെയ്യണം. പ്ലസ് എനിക്ക് ഏത്തപ്പഴം വാങ്ങിക്കണം. ഇത് ചീസാണേ, അത് ഫുൾ ചീസാണ്. ഇത് ഫുൾ വെജിറ്റബിൾസ്. ചേച്ചി എത്തിയിട്ടില്ല, അപ്പോൾ ഞാൻ പോസ്റ്റാണ് കുറച്ച് നേരം. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുള്ളി. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ കാണണം ഇങ്ങനത്തെ മാർക്കറ്റിൽ. പക്ഷേ എനിക്കറിയില്ല നല്ലതാണോ അല്ലയോ എന്ന്. ചേച്ചി വന്നിട്ട് ചോദിക്കാം, എന്നിട്ട് വാങ്ങിക്കാം. നല്ല ഫ്രഷ് സ്ട്രോബെറി. Dobry. Ile kosztuje? 35. ഇന്ന് ഭയങ്കര ആൾക്കാർ കുറവാ, മഴയായതുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നിലത്തിരുന്ന് കുറേ അമ്മാമ്മമാരൊക്കെ ഇങ്ങനെ നമുക്ക് വിൽക്കണ കാണാം. അയ്യോ, ഇന്ന് ശരിക്കും മിസ്സിങ് ആട്ടോ. ഇന്ന് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിനാണ് വന്നത്. ആ സമയത്ത് ഇവിടെ ഫുൾ കടകൾ, ഫുൾ തിരക്കുന്നുണ്ട്. ഇപ്പം അവിടെ ഒന്നും ആരുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു സീസൺ അനുസരിച്ചാന്ന് മിസ്സായി. ഇനി അടുത്ത സീസൺ ഈസ്റ്റർ വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ കാണിക്കാം. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആവണത് ഇവിടെ എല്ലാ സാധനവും കിട്ടും. ഇപ്പോൾ ഡ്രസ്സ്, പിന്നെ അവിടെ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടോ, അങ്ങനത്തെ കോസ്മെറ്റിക്സ്, പിന്നെ പെർഫ്യൂംസ്, അങ്ങനെ എല്ലാ സാധനവും A to Z എല്ലാ സാധനവും മാർക്കറ്റിൽ കിട്ടും. അതാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്നൊരു വ്യത്യാസം. ഇത് എന്തിൻ്റെ ഷോപ്പാണ്? ഇതിങ്ങനെ ടീ ഒക്കെയാണെന്ന് തോന്നുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ടീ. പിന്നെ ഇതെന്താ, ഇത് ചിക്കനൊക്കെ കുക്ക് ചെയ്തതാ. കുക്ക് ചെയ്ത സാധനങ്ങൾ. Tylko, że gdzie stary w tym gdzie to potrafię.
ഓ ജ്വല്ലറി ഷോപ്പ്, ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണണേ. നമ്മുടെ നാട്ടിലെ ജ്വല്ലറി അല്ല, എന്താ ഗുഡ്വില്ലൊക്കെ പോലെ കൊള്ളാം. ഇവിടെ ഇത്ര ഹെവി ആയിട്ട് ജ്വല്ലറിയൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഇതെന്താ ഇതെങ്ങനെയാണോ ഡ്രൈ ചെയ്ത ലീവ്സൊക്കെ. ഈ ഒരു ഐഡിയയിൽ എനിക്കിതൊക്കെ എന്താണ്. ഞാൻ കട്ട പോസ്റ്റാണ്. ചേച്ചി എത്തിയിട്ടില്ല. എനിക്കന്നെ ഏത് കടയിൽ നിന്നാണ് ഏത്തപ്പഴം വാങ്ങിച്ചത് ഞാൻ മറന്നുപോയി. ഒരു പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യുക ചേച്ചിക്ക് വേണ്ടി, എന്നിട്ട് വേണം ഏത്തപ്പഴം വാങ്ങിക്കാൻ. കിട്ടുമോ ആവോ? ഇവിടുത്തെ ആൾക്കാർ ഇന്നത്തെ ഭയങ്കര കുറവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സാധനങ്ങളും അതുപോലെ കുറവായിരിക്കും. നമ്മളിവിടെ ചീര കണ്ടു. അപ്പം ഞാനിങ്ങനെ ചീര വാങ്ങിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. Dzień dobry. Dzień dobry. Is this spinach? 8 zł. 8 zł എന്നാ പറഞ്ഞവര്. Jest okej. Dziękuję. Dziękuję. നമ്മൾ നല്ല ഫ്രഷ് ചീര വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു ഇതാണ് കടയെന്ന്. ഞാൻ ഏത്തപ്പഴം വാങ്ങിച്ചേ. ഇവിടെ കപ്പയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ പഴമൊന്നും കാണുന്നില്ല. തപ്പട്ടെ. ഞാൻ നേരത്തെ ഒരു സ്ട്രോബെറി കണ്ടില്ലേ, ഇത് അത്ര ഫ്രഷ് അല്ല. പക്ഷെ അതിന് 55 സോട്ടിയാണ്. 55 സോട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു പറഞ്ഞത് മാറിപ്പോയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആക്ച്വലി 55 സോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 വരും അത്ര സ്ട്രോബെറിക്ക്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ആ പിന്നെ കണക്ക് തെറ്റിയതാണോ എന്ന് ഡൗട്ടുണ്ട്. കാര്യം ഇവർക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല എത്ര നമ്പറിന്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞതിന് മാറിപ്പോയതാവാം. പക്ഷെ ഇവിടെ ഞാൻ കയറിയ കടയിൽ ഏത്തപ്പഴം ഇല്ല. അപ്പോൾ അതെനിക്ക് സങ്കടമായി. അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വന്നത്. ശരിക്കും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. നമ്മൾ ബാക്കിൽ കൂടിയാണ് കയറണേ. എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ബാക്കിൽ കൂടി കയറാനാണ് എളുപ്പം. ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. എനിക്ക് ഇവിടുന്ന് ക്യാൻഡിൽ വാങ്ങിക്കാനുണ്ട്. നടയിൽ വെക്കുന്ന, ഈശോൻ്റെ നടയിൽ കത്തിക്കുന്ന ക്യാൻഡിൽ. ഒരു ടെഡി എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഷോപ്പാണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈ എന്തെങ്കിലേക്കൊക്കെ പോകും. അതുകൊണ്ട് പൊതുവേ ഞാനിവിടെ വരാറില്ല. ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, ക്യൂട്ട് സാധനങ്ങളൊക്കെ വെക്കുന്ന കടയാണ്. ടെഡി എന്ന് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. കാണിച്ചു തരാം. ഇവിടെ ഫുൾ ഈസ്റ്റർ വൈബ്സ് ആണ്. കണ്ടോ, കുറേ റാബിറ്റൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്യാൻഡിൽ ഇവിടെ എങ്ങാണ്ടോ ആണ്. ഈ ചെറിയ സാധനമാണ് എനിക്ക് വേണ്ടത്. എനിക്കൊരു സ്റ്റാൻഡുണ്ട് അതിൽ കത്തിക്കാൻ. അപ്പം ഞാൻ ഈ ക്യാൻഡിലെടുത്തു. ഇതിന് എനിക്ക് വേണു 8 സോട്ടി. വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയില്ലേ. ഞാൻ എപ്പോഴും കുഞ്ഞു ക്യാൻഡിൽ എടുക്കാറ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈ എങ്ങോടെങ്കിലൊക്കെ പോവും. ഈ അവക്കാഡോ പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളോട് കുറച്ച് പ്രാന്തമുള്ള. ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് ഞാൻ ആ അവക്കാഡോ എനിക്ക് കെട്ടിപ്പിടിച്ചിറങ്ങാൻ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കിട്ടുവേ. കുറേ സാധനങ്ങൾ കിട്ടും. ഇങ്ങനത്തെ ലൈക്ക് നമുക്ക് കണ്ടെയ്നേഴ്സ്, ഗ്ലാസ്, പ്ലേറ്റ്സ്, പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ളൊരു വൈഡ് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
നല്ല രീതിയിൽ ഒന്ന് സെറ്റിലായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുറേ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ കണ്ടോ. കുറേ പാൻ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ക്യാൻഡിൽ വാങ്ങിച്ച് ഇറങ്ങി. ഇനി ആ ചേച്ചി എവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചേച്ചിയുടെ നിന്ന് സാധനം വാങ്ങിക്കണം. എൻ്റെ ഏത്തപ്പഴം ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം നോക്കണ്ട. പിന്നെ പറ്റിയ കുഞ്ഞുള്ളി നമ്മൾ കണ്ടില്ലേ, അത് നല്ലതാണെങ്കിൽ അത് വാങ്ങിക്കണമെന്നുണ്ട്. അതുകൂടി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. കാര്യം എനിക്ക് 12:30, ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു 11:30 മണി, 11:45 തോന്നുന്നു. 12:30 എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ്. സോ അതിന് പോകണം. അതറിയില്ലല്ലോ. ഇവിടെ ഞങ്ങൾ അമരപ്പയർ പോലത്തെ ഒരു സാധനം കണ്ടു. അമരപ്പയർ എന്നാണോ നാട്ടിൽ പറയണേ? ആ അല്ല, ഇത് നമുക്ക് മുറിച്ച് വെക്കാൻ പറ്റില്ല. അല്ല, ഇത് നമുക്കിങ്ങനെ മുറിച്ചിട്ട് വെക്കാൻ പറ്റില്ലേ? എന്താണ്? ഓ, മാങ്ങ, പപ്പായ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്. ആ ബനാന പൂ കിട്ടുമെന്ന് വെച്ചേ. എന്താ പറയണേ? ഓ, അതിന് മല്ലിയില കിട്ടി. വന്നത് വെറുതെ ആവരുതല്ലോ, ഏത്തപ്പഴമാണെങ്കിലും. നല്ല മല്ലി. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടി, അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു? ചീര വാങ്ങിച്ചു, അമരപ്പയർ വാങ്ങിച്ചു. പക്ഷെ അമരപ്പയർ അല്ലാന്നാ പറഞ്ഞത്, വേറെന്തോ സാധനമാണ്, അത് വാങ്ങിച്ചു. പിന്നെ എന്താ വെച്ചാൽ മല്ലി ഇല വാങ്ങിച്ചു. ഓക്കെ, അത്ര സാധനം വാങ്ങിച്ചു. പക്ഷെ ഏത്തപ്പഴം വാങ്ങിക്കാനൊന്നും അത് കിട്ടിയില്ല. അയാൾ പറയണത് അത് വരാൻ കുറച്ച് സമയം എടുക്കുന്ന, അപ്പം അത് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ. എനിക്ക് 12:30 ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഓടി നടന്ന് അവിടെ എത്തിയിട്ട് ക്ലാസ് എടുക്കണം. ബൈ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈസ്റ്ററൊക്കെ ആകുമ്പോൾ വീക്കെൻഡ് വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ അത് കാണിച്ചു തരാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. എൻ്റെ കൈ നിറച്ച് സാധനങ്ങളാണ്, നടക്കാൻ പറ്റില്ല. 2 കയ്യിൽ പിടിക്കട്ടെ. ബൈ.